മതവർഗീയതക്കെതിരെ മതനിരപേക്ഷ ബദൽ എന്ന ഒരു മുദ്രാവാക്യം ആശയം SFI പോലൊരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിശ്ചയിച്ചത് സ്വാഭാവികമാണ്. കാരണം വളരെ പ്രാധാന്യവും പ്രസക്തിയുമുള്ള നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏതൊരാൾക്കും ഉത്കണ്ഠയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെമിനാർ, അതും SFI തീർച്ചയായും പെരിന്തൽമണ്ണ പോലൊരിടത്ത് അതിൻ്റെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ തെരഞ്ഞെടുത്തിട്ടില്ലെങ്കിലാണ് പ്രയാസം. ഇത്തരം ഒരു വിഷയം സെമിനാർ പരമ്പരകളിൽ തെരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. SFI 1970 രൂപം കൊണ്ട് അതിൻ്റെ 34ാമത് സംസ്ഥാന സമ്മേളനമാണ് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിക്കുന്നത്. 2007 തോന്നുന്നു ഇതിനു മുമ്പ് SFIയുടെ സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടു. അന്ന് നമ്മളൊക്കെ DYFI രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് SFI ഒക്കെ വിട്ട് നിൽക്കുമ്പോഴായിരുന്നു കോഴിക്കോട് SFIയുടെ ഒരു അഖിലേന്ത്യാ സമ്മേളനം ചേർന്നിരുന്നത്. 2002 എനിക്ക് തോന്നുന്നത്, ഓർമ്മ അങ്ങനെയാണ്. പിന്നീട് ഇവിടെ ഒരു സംസ്ഥാന സമ്മേളനം 2007 സംഘടിപ്പിക്കപ്പെട്ടു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ വിദ്യാർത്ഥികളെ ശരിയായ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോയ സംഘടനയാണ് SFI. ഇന്ന് കേരളത്തിലെ വിവിധ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന പലരും SFIയുടെ സംഭാവനയാണ്. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത്, പ്രൊഫഷണൽ രംഗത്ത്, മറ്റെല്ലാ രംഗത്തും നിലകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അതാത് മേഖലകളിൽ ശക്തിയുക്തം സാധ്യമാകുന്ന വിധം നിലപാടുകൾ കൈക്കൊള്ളുന്നവർ പലരും SFI എന്ന ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട മതനിരപേക്ഷ മനസ്സുകളാണ്. കേരളം പോലൊരു സംസ്ഥാനം എങ്ങനെയാണ് ഇന്ത്യയിൽ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഒരു പച്ചത്തുരുത്തായി വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതിന് പൊതുവെ അത്ഭുതകരമാം വിധം പല കാര്യങ്ങളിലും കേരളം മാതൃകയായി മാറുമ്പോൾ പുതിയ കാലത്ത് അതിൽ വലിയൊരു പങ്ക് SFI പോലൊരു സംഘടനയും വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള വല്ലാത്ത ആഗ്രഹത്തിൻ്റെ ഭാഗമായുള്ള ഐക്യം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഉജ്ജ്വലമായ വിവിധ ധാരകളിലൂടെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, ഇവയൊക്കെ ഇന്നത്തെ കേരളത്തെ മതനിരപേക്ഷമായി നിലകൊള്ളുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, മാറി ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ എടുത്തിട്ടുള്ള ഉജ്ജ്വലമായ സെക്യുലർ നിലപാടുകളൊക്കെ തന്നെ കേരളം ഈ നിലയിൽ മതനിരപേക്ഷതക്ക് ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായി മാറുന്ന തലത്തിൽ എത്തുന്നതിന് പ്രധാന കാരണമാണ്. അതൊക്കെ പറയുമ്പോൾ പുതിയ കാലത്ത് കഴിഞ്ഞ 52 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയായ SFIയിൽ പ്രവർത്തിച്ച് വിവിധ മേഖലകളിലെത്തിയവരും കേരളത്തിൽ മതനിരപേക്ഷതയെ കണ്ണിലെ കൃഷ്ണമണി പോലെ വിവിധ മേഖലകളിൽ നിന്നും കാത്തു സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യമാണ്. SFI അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സജീവ സാമൂഹിക പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഡോക്ടർമാർ, അഭിഭാഷകർ, ശാസ്ത്രജ്ഞർ, സർക്കാർ സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അധ്യാപകർ തുടങ്ങി തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലുള്ളവർ ഈ നിലയിൽ ഒരു നിലപാട് കൈക്കൊള്ളുന്നതിൽ പഴയ SFI പ്രവർത്തന കാലഘട്ടത്തിലെ അനുഭവവും SFI അധ്യാപനത്തിലൂടെ ലഭിച്ച ബോധ്യവുമാണ് എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ കൂട്ടി വായിച്ച് പറയേണ്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു.
ഇവിടെ ഈ വിഷയത്തിൻ്റെ പ്രസക്തി നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മുടെ രാജ്യം ഇന്ന് വരെ കാണാത്ത അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതിന് ചെറിയൊരു ഇളവ് കിട്ടിയത് നമ്മളെയൊക്കെ പിടിച്ചു കുലുക്കിയ കോവിഡ് വന്നതുകൊണ്ടാണ്. കോവിഡ് ഒരു തരത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തോട് അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടുണ്ട്. പൗരത്വ നിയമം മുതൽ ഏക സിവിൽ കോഡ് വരെ അടിച്ചേൽപ്പിക്കാൻ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്ന ഘട്ടത്തിലായിരുന്നു കോവിഡ് വന്നത്. അതുകൊണ്ട് തൽക്കാലം ഒരു ഇൻ്റർവെൽ അത്തരം നീക്കങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തന്നു. ഇൻ്റർവെൽ കഴിയാൻ സമയമായി. ഇനിയും ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്ന് അമിത്ഷാ തന്നെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല. അപ്പോൾ കോവിഡ് ഒരു ഇൻ്റർവെല്ലായില്ല. കോവിഡ് രൂക്ഷത കുറയുന്നതിനനുസരിച്ച് മതവർഗീയതയുടെ വിപത്തുകൾ ഇനിയും ശക്തമായി നമ്മുടെ രാജ്യത്ത് വരുമെന്നുള്ളതിന് ഒരു സൂചന കൂടിയാണ് അമിത്ഷായുടെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം പല കേന്ദ്ര സർക്കാരുകളെയും കണ്ടിട്ടുണ്ട്. എന്നാൽ 2019 കേന്ദ്ര സർക്കാർ അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാണ്. 2014 കേന്ദ്ര സർക്കാർ BJP നയിച്ച മുന്നണി സർക്കാർ ഒരു പ്രത്യേകത നിറഞ്ഞ സർക്കാരായിരുന്നു. അതൊരു മതവർഗീയ രാഷ്ട്രീയ പാർട്ടിക്ക്, അതും RSS പോലുള്ള ഒരു മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന അപകടകരമായ ആശയങ്ങൾ ഇടയ്ക്കിടെ വിഷം തുപ്പുന്നത് പോലെ സമൂഹത്തിൽ പടർത്താൻ ശ്രമിക്കുന്ന ഒരു സംഘടനയുടെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടുള്ള ഒരു സർക്കാർ എന്നുള്ള പ്രത്യേകതയായിരുന്നു 2014 സർക്കാർ. അതുമാത്രമല്ല, 10-30 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യ എന്ന രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നത്. 2014 മുമ്പ് 1984 ഇന്ന് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷതയുടെ കാര്യത്തിൽ വെള്ളം ചേർത്തുന്നതിന്റെ ഭാഗമായി സ്വന്തം വോട്ടർമാരും അണികളും പ്രവർത്തകരുമൊക്കെ കൈവിട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ വധത്തിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗത്തിന്റെ ഭാഗമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടാണ് ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ ഒരു സർക്കാർ വന്നത്. 1984 അത്. 1984 നിന്നും 2014 ഇന്ത്യ എത്തുമ്പോൾ നിരവധി തെരഞ്ഞെടുപ്പുകൾ, പൊതു തെരഞ്ഞെടുപ്പുകൾ സർക്കാരുകളെ നിശ്ചയിക്കാൻ വേണ്ടി രാജ്യത്ത് നടന്നു. വിവിധ പ്രധാനമന്ത്രിമാരുണ്ടായി. അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 84 കഴിഞ്ഞപ്പോൾ 89 VP സിംഗ്, ചന്ദ്രശേഖർ, 991 നരസിംഹറാവു, 996 IK ഗുജറാൾ ദേവഗൌഡ, 998 99 ഇതേ BJPയുടെ പ്രിയപ്പെട്ട വാജ്പേയി, 2004 2009 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗ്. ഇവരൊക്കെ പ്രധാനമന്ത്രിമാരായി തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരുകൾക്ക് രൂപം കൊടുത്തെങ്കിലും ഇവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല. ഒക്കെ മുന്നണി സംവിധാനം ഏച്ചുകൂട്ടി മുഴച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ഉള്ള സർക്കാരുകളായിരുന്നു. എന്നാൽ 2014 984 ശേഷം 30 കൊല്ലത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നു പാർലമെന്റിൽ. അങ്ങനെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. 2014 തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതായിരുന്നെങ്കിൽ 2014 കനത്ത തിരിച്ചടി നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകുമെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും പ്രതീക്ഷിച്ചെങ്കിലും, ഇന്ത്യയിലെയും ഭൂരിപക്ഷം ജനങ്ങളും പ്രതീക്ഷിച്ചെങ്കിലും വോട്ടിംഗ് പാറ്റേൺ, പാർലമെന്റിലെ സീറ്റ് എന്നിവ വ്യത്യസ്തമായിരുന്നു. വീണ്ടും BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിക്കൊണ്ട് ഒരു ഗവൺമെന്റ് തുടർച്ചയായി 2ാം തവണയും അധികാരത്തിൽ വരുന്നു. വോട്ട് വിഹിതവും പാർലമെന്റിലെ സീറ്റിന്റെ ഷെയറും തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ ഒരു കണക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി എടുത്ത് പരിശോധിച്ചു. വളരെ ഗൗരവമുള്ള കണക്കാണ്. 2019 BJPക്ക് കിട്ടിയ വോട്ട് വിഹിതം 37%. BJPയുടെ മുന്നണി NDAക്ക് കിട്ടിയത് BJPയുടെ അടക്കം 45%. അതായത് 100-ൽ 45 പേരാണ് BJPക്കും BJP മുന്നണിക്കും ഇന്ത്യയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അതായത് 100-ൽ 55 പേർ, അതിൽ ഇനിയിപ്പോൾ അസാധുവും മറ്റോ മറിച്ചൊക്കെ കഴിച്ചാൽ
എന്തായാലും 55 ചേർന്ന് നിൽക്കുന്ന ഒരു 53 പേർ BJPക്കോ BJPയുടെ മുന്നണിക്കോ വോട്ട് ചെയ്തിട്ടില്ല. ഇനി BJPയുടെ മുന്നണി എടുത്ത് പരിശോധിച്ചാൽ അതിൽ മഹാഭൂരിപക്ഷവും മതരാഷ്ട്രവാദികളല്ല. RSS ആഗ്രഹിക്കുന്ന മതരാഷ്ട്രം വേണം എന്ന് പ്രഖ്യാപിച്ച് പ്രതിജ്ഞയെടുത്ത് അത് നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരല്ല BJP മുന്നണി രാഷ്ട്രീയ പാർട്ടികൾ. അതിൽ മഹാഭൂരിപക്ഷവും മതരാഷ്ട്രവാദത്തിനെതിരാണ്. അപ്പോ പിന്നെയുള്ളത് BJPക്ക് വോട്ട് ചെയ്തവരാണ്. BJPക്ക് വോട്ട് ചെയ്ത എല്ലാവരും 100-ൽ 37 പേർ മതരാഷ്ട്രം ആഗ്രഹിച്ച് വോട്ട് ചെയ്തതാണോ? മതരാഷ്ട്രം വേണം, ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവർ ഈ രാജ്യത്ത് മതി, ഒരു പ്രത്യേക മതവിഭാഗം ആഗ്രഹിക്കുന്നത് പോലെ, മതം ആഗ്രഹിക്കുന്നത് പോലെയല്ല, മതത്തിന്റെ പേരിൽ രാഷ്ട്രീയമായി അധികാരം കൈയാളുന്ന ശക്തികൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ രാഷ്ട്രം പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം BJPക്ക് വോട്ട് ചെയ്ത 100% വോട്ടർമാരും. അതിലും വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ മതരാഷ്ട്രം വേണം എന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാർ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്, ഭൂരിപക്ഷമല്ല. ഈ ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ 100 പേരെടുത്താൽ ആ 100-ൽ ഒരു 10-25 പേർ മാത്രമേ മതരാഷ്ട്രവാദത്തോട് യോജിക്കുന്നുണ്ടാകുകയുള്ളൂ. ഒരു മഹാഭൂരിപക്ഷം വരുന്നവരും മതരാഷ്ട്രവാദത്തിന് എതിരാണ് എന്നുള്ളതാണ് വോട്ട് വിഹിതം നമ്മളെ പഠിപ്പിക്കുന്നത്. പാർലമെന്റിലെ സീറ്റ് വീതം വോട്ട് വീതം രണ്ടും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് CPIM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രാതിനിധ്യ സ്വഭാവത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ മാറണം. പല വിദേശ രാജ്യങ്ങളും ഉള്ളതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മൊത്തം കിട്ടുന്ന വോട്ട് വിഹിതത്തിൽ നിന്നും അത്ര ശതമാനം പാർലമെന്റ് സീറ്റ് വീതിച്ചെടുക്കുന്ന പല വിദേശ രാജ്യങ്ങളിലുമുള്ള തെരഞ്ഞെടുപ്പ് രീതിയാണ് ശാസ്ത്രീയം എന്ന് CPIM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതിന്റെ പ്രധാന കാരണം. BJP ഒരു കാലത്ത് ഇത് പറഞ്ഞിരുന്നു, പക്ഷെ ഇന്ന് BJP ഇത് അംഗീകരിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്നും ഇന്ത്യ സെക്യുലറായി നിലനിൽക്കണം, മതനിരപേക്ഷമായി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും എന്നുള്ളതാണ് അതിൽ വസ്തുത. കേരളത്തിൽ അതിന്റെ തോത് കുറച്ചുകൂടി കൂടും. കേരളത്തിൽ മഹാഭൂരിപക്ഷം ജനങ്ങളും മതനിരപേക്ഷത നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതരഹിതരായി നിലകൊള്ളുന്നവരായിക്കൊള്ളട്ടെ, അവരുടെ വിശ്വാസം സ്വസ്ഥവും സുഖകരവുമായി ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതിന്റെ ഗ്യാരണ്ടി കാർഡാണ് ഭരണഘടനയിലെ സെക്യുലറിസം. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യയിൽ എങ്ങനെയാണ് BJP തുടർച്ചയായി അധികാരത്തിൽ വരുന്നത്? ആ അധികാരത്തിൽ വരുന്നതിന്റെ ഭാഗമായി BJPയുടെ RSSന്റെ ആഗ്രഹപ്രകാരം നടക്കുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് കനത്ത ആഘാതമാണ്. എങ്ങനെ അതിനെ പ്രതിരോധിക്കും? അതിൽ SFI പോലുള്ള സംഘടനകൾ മുൻകൈ എടുക്കുന്നു, ഇനിയും എടുക്കും എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവിടെ പൊതുവെ പരിശോധിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് പ്രധാനം. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തകർച്ച, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പണമുള്ളവരുടെ മക്കൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നയം, ഇതൊക്കെയാണ് ജനങ്ങളുടെ ജീവിത പ്രശ്നം. ഈ ജീവിത പ്രശ്നം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും BJP സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ കാരണം, നവ ഉദാരവൽക്കരണ നയം കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഇനി മതാടിസ്ഥാനത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഏറ്റവും അധികം കൈപ്പേറിയ അനുഭവസ്ഥരായി മാറുന്നത് ഹിന്ദു മതനാമധാരികളാണ്. കാരണം അവരാണ് ഭൂരിപക്ഷം, ജനസംഖ്യയിൽ ഭൂരിപക്ഷം. ഇനി രാഷ്ട്രീയ പാർട്ടി അടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും BJPക്ക് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളാണ് ഇതിൽ കൂടുതൽ അനുഭവിക്കുന്നവർ. കാരണം ഏറ്റവും അധികം വോട്ട് വീതം കിട്ടുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ BJP-ആണ്. അപ്പോ BJPക്ക് തന്നെ വലിയ ക്ഷീണം സംഭവിക്കുന്ന നിലയിലേക്കാണ് യഥാർത്ഥത്തിൽ ജനജീവൽ പ്രശ്നങ്ങൾക്ക് കാരണമായ നയത്തെ എക്സ്പോസ് ചെയ്യപ്പെട്ടാൽ, നയത്തെ തുറന്നു കാണിക്കപ്പെട്ടാൽ അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ അതിലേക്ക് എത്തിക്കാൻ ഇന്ത്യയിൽ മതനിരപേക്ഷ മനസ്സുകൾക്ക്, അവരുടെ കൂട്ടായ്മകൾക്ക്, മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് വല്ലാതെ കിടക്കുന്നില്ല. മഴയൊന്നും കൊണ്ട് നിങ്ങൾ നിൽക്കണ്ട. വേണമെങ്കിൽ ഒന്ന് അവിടെ
കയറി നിന്നാൽ മതി, അതൊന്നും പ്രശ്നമില്ല. വെറുതെ മഴ കൊണ്ട് നിൽക്കണ്ട, അതിലൊന്നൊരു പ്രയാസമുള്ള ആളല്ല ഞാൻ. നിങ്ങൾക്ക് എനിക്കൊന്ന് ഷെഡിൽ അവിടെ എവിടെയൊക്കെ നിൽക്കാം. നിങ്ങൾ മഴ കൊണ്ട് പനിയും അസുഖം വന്നാൽ മതനിരപേക്ഷ പോരാട്ടം ദുർബലപ്പെടും. അവിടെ നിങ്ങൾ നല്ല ആരോഗ്യത്തിൽ നിൽക്കല് ഇന്ന് നാടിന്റെ ആവശ്യമാണ്. അപ്പൊ പൊതുവെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് എല്ലാ നിലയിലും ശ്രമങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ അതിന് വിവാദ പ്രസ്താവനകളാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഉപകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിനൊന്ന് വില കൂടിയാൽ, ഡീസലിനൊന്ന് വില കൂടിയാൽ, പാചകവാതകത്തിനൊന്ന് വില കൂടിയാൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും കൈപ്പേറിയ നീക്കങ്ങൾക്ക് സർക്കാർ മുന്നിട്ടിറങ്ങിയാൽ ഉടനെ നമുക്ക് ഉറപ്പിക്കാം, ഉടനെ തന്നെ സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഒരു വിവാദ പ്രസ്താവന ഇന്ത്യയിൽ വന്നേക്കാം. അത് ഏത് നിലയിലുമാകാം. ഉടനെ തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത്തരം ജനവിരുദ്ധ നയങ്ങൾ നടന്നാൽ ഉടനെ തന്നെ നമുക്ക് ഉറപ്പ് കാണാൻ വേണ്ടി പറ്റും. പല സംഭവങ്ങളും ധ്രുവീകരണം സൃഷ്ടിക്കാൻ വേണ്ടി നടന്നേക്കാം. അത് ചിലപ്പോൾ ലവ് ജിഹാദ് വിവാദമാകാം, അതല്ലെങ്കിൽ ഗോവധ പ്രശ്നമാകാം, അതല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളാകാം. ഇതൊക്കെ ജനവിരുദ്ധ നയങ്ങൾ എപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ ശക്തമായി നടപ്പിലാക്കിയോ അപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പ്രസ്താവനകൾ വിഷം തുപ്പുന്ന നിലയിലേക്ക് പല നിലയിലും വരാറുണ്ട്. ആ പ്രസ്താവനകളുടെ ഭാഗമായി നടക്കുന്ന ചർച്ചകൾ, സംവാദങ്ങൾ, സംഘർഷങ്ങൾ, കലാപങ്ങൾ, കൊലപാതകങ്ങൾ, ഇതും നമ്മുടെ രാജ്യത്ത് ഇപ്പൊ പതിവായി മാറി. സമീപ കാലങ്ങളിൽ ഒരു പ്രത്യേക ദിനത്തിൽ, രാമനവമി ദിനത്തിൽ 9 സംസ്ഥാനങ്ങളിലാണ് ഒരുപോലെ ഒരേ സമയത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് നേരെ ആക്രമണം നടത്തിയിട്ടുള്ളത്. മുസ്ലിം മതവിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാനാണ് ശ്രമം നടത്തിയിട്ടുള്ളത്. അത് ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. ആ പ്രത്യേക പദ്ധതി രാജ്യത്തെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ കാരണം BJPയിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ BJP നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഭയത്തിലാണ്. നമ്മൾ കാണേണ്ടത് ഇന്ത്യയിൽ 12 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും BJPയോ BJP മുന്നണിയോ അല്ലാത്ത BJP ഇതര സർക്കാരുകൾ ഉണ്ട് എന്നുള്ളതാണ്. 12 സംസ്ഥാനങ്ങളിലെ BJP സർക്കാർ ഉള്ളൂ എങ്കിൽ 12 സംസ്ഥാനങ്ങളിൽ BJP ഇതര സർക്കാരുകളുണ്ട്. 6 BJP സഖ്യകക്ഷികളാണ്. എന്നാൽ BJP ഒറ്റയ്ക്ക് 2 തവണ ഇന്ത്യൻ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടി രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ള അത്ര തന്നെ സംസ്ഥാന ഭരണം ആ പാർട്ടിക്കെതിരെ നിന്ന് പോരാടി ജയിച്ച സർക്കാരുകൾ ഉണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടെ പൊതുവെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം, അമിത്ഷായുടെ ഈ പ്രസ്താവന രാജ്യം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമ്പോഴാണ്. പൗരത്വ നിയമം കോവിഡിന്റെ രൂക്ഷത കഴിഞ്ഞാൽ ഉടനെ നടപ്പിലാക്കും, ഇത് അമിത്ഷാ പ്രഖ്യാപിക്കുകയാണ്. ഇത് അമിത്ഷാ പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്താകെ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഭയമുണ്ടാകുന്നു. ഭരണഘടന ഉറപ്പുകൊടുത്ത രാജ്യത്ത് ജീവിക്കുവാനുള്ള അവസ്ഥ ഇല്ലാതാകുമോ, ഈ രാജ്യത്ത് ഞങ്ങൾ അന്യമാകുമോ എന്ന ഭയമുണ്ടാകുന്നു. എന്നാൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ ആ ഭയം ഏറ്റവും കുറവുള്ള സംസ്ഥാനം, മുസ്ലിം ജനവിഭാഗങ്ങൾ ഇന്ത്യയിൽ നല്ല നിലയിലുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളതുപോലെ മുസ്ലിം ജനവിഭാഗങ്ങൾ അമിത്ഷായുടെ പ്രസ്താവനയിൽ അതിനനുസരിച്ച് ഭയപ്പെടുന്നില്ല? മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ ഭയപ്പെടുന്നത് പോലെ അമിത്ഷായുടെ പ്രസ്താവന കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളെ ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരം കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകളാണെങ്കിൽ ഇതുപോലെ ധൈര്യത്തോടുകൂടി കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റിന് വരെ ധൈര്യത്തിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്ന നിലയിൽ ഇന്ത്യയിലാകെ കിടന്നുറങ്ങാൻ സാധിക്കും. അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ടാണ്. അപ്പൊ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ബദൽ അത് തീർച്ചയായിട്ടും രാജ്യത്തെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ബദൽ അത് എല്ലാ കാലത്തും നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന, ഈ പെരിന്തൽമണ്ണ ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുണ്ട്. മഹാന AKG ഇവിടെ വന്ന് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഒരു പ്രത്യേക സമരത്തെ, അത് സ്വാതന്ത്ര്യ സമരമായിരുന്നു, അതിന് ഒരു പ്രത്യേക കലാപ
മാപ്പിള ലഹളയായി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, ആ ശ്രമം ഈ പ്രദേശത്ത് ഉൾപ്പെടെയുള്ളവർ നടത്തിയ തോളോട് തോൾ ചേർന്ന് മുസൽമാനും ഹൈന്ദവനും ഒക്കെ നിന്ന് നടത്തിയ കർഷക സമരം. അത് കർഷക സമരമല്ല, അത് മാപ്പിള ലഹളയാണ്, വർഗീയ കലാപമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമം നടന്ന സമയത്ത് മുസ്ലിം ലീഗും കോൺഗ്രസും ഇന്നത്തെ പോലെ തന്നെ അന്ന് ഞങ്ങളൊന്നും അറിയില്ല എന്നുള്ള നിലയിൽ കണ്ണടച്ച് തല താഴ്ത്തുകയാണ്. ചിലര് പരസ്യമായിട്ട് ഇതിനോടൊപ്പം നിന്നു. സംഘപരി RSS ബ്രിട്ടീഷ് ശക്തികളൊക്കെ ഈ സമരത്തെ എങ്ങനെയാണോ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അതിനനുസരിച്ച് താളത്തിനൊത്ത് തുള്ളിയവരാണ് അന്നത്തെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കന്മാരിൽ പലരും. എന്നാൽ AKG കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ഉജ്ജ്വലമായ പ്രസംഗം ഈ പെരിന്തൽമണ്ണയിലായിരുന്നു. ഇന്ന് നമ്മൾ സെമിനാറിന് വേണ്ടി ഒത്തുകൂടുമ്പോ ഈ പെരിന്തൽമണ്ണ വീണ്ടും ചർച്ചാ വിഷയമാകേണ്ടത് അത് കർഷക സമരമായിരുന്നു, മാപ്പിള ലഹളയല്ല എന്ന ധീരോത്തമായ പ്രഖ്യാപനം നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിച്ചത്, ആ നിലപാട് പ്രഖ്യാപിച്ചത് ഇതേ പെരിന്തൽമണ്ണയിൽ വെച്ച് തന്നെയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ ഒരു ചരിത്രം മാത്രമല്ല, പെരിന്തൽമണ്ണക്ക് വേറെ അഭിമാനിക്കാൻ വകയുണ്ട്. അന്നത്തെ പോരാട്ടത്തിൽ പങ്കെടുത്ത ജീവൻ നഷ്ടപ്പെട്ടവർ, ത്യാഗം സഹിച്ചവർ, അവർ ഏതെങ്കിലും വർഗീയ ലഹളയിൽ പങ്കെടുത്തവരല്ല. ഐക്യ കേരളത്തിന് മുമ്പ് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും അവരെ അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിച്ച സർക്കാരുകളായിരുന്നെങ്കിൽ ഇവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്, പെൻഷൻ നൽകണം എന്ന തീരുമാനം കൈക്കൊണ്ട് ഒപ്പുവെച്ച ഭരണാധികാരിയുടെ പേര് ഈ പെരിന്തൽമണ്ണയുടെ എല്ലാമായ സഖാവ് EMS എന്നാണെന്നും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ളൊരു ചരിത്രം കൂടിയുണ്ട്. ആ ചരിത്രത്തിനും ഏറെ പ്രാധാന്യമുള്ളതാണ്. അപ്പോ മതനിരപേക്ഷത, ആ മതനിരപേക്ഷത കേരളത്തിന്റെ മാതൃക തുടങ്ങിയത് ഇന്നല്ല. എന്നൊക്കെ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുവോ അന്നൊക്കെ ഈ നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിലപാടുകൾ സ്വീകരിച്ചു. ഇപ്പൊ നമുക്ക് രാജ്യത്താകെ പല നിലയിലുള്ള വർഗീയ ലഹളകളും കലാപങ്ങളും നടന്നു. അതിനനുസരിച്ച് കേരളത്തിലും പദ്ധതി കിട്ടും. കേരളത്തിന് അതിന് തടസ്സമായി നിൽക്കുന്നത് CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് CPIMന്റെ സഖാക്കളെ കൊലപ്പെടുത്തി. പാലക്കാടും ആലപ്പുഴയിൽ നടന്ന സംഭവങ്ങൾ രാജ്യത്താകെ നടത്തിയ ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. ആദ്യ ജില്ലയിൽ നടന്നത് പോലീസ് 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടിച്ചപ്പോ അതിൽ നിരാശരായവർ പിന്നീട് രഹസ്യമായിട്ടാണ് ചില പദ്ധതികൾ ആവിഷ്കരിച്ചത്. അത് സോഷ്യൽ മീഡിയയിലൊന്നും പ്രചരിപ്പിക്കാതെ, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒന്നും എഴുതാതെ, എവിടെയും പ്രകടനം നടത്താതെ രഹസ്യമായി കലാപത്തിന്റെ പദ്ധതി ആവിഷ്കരിച്ചു. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ആയതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ശക്തമായി ഇടപെട്ടു. പോലീസ് ആ ഗൂഢപദ്ധതി പൊളിച്ചു. ആ ഗൂഢപദ്ധതി പൊളിഞ്ഞതിന്റെ ഭാഗമായി കേരളം ഒരു കലാപഭൂമിയായി മാറിയില്ല. പോലീസ് ആക്ട് ചെയ്തു. പിന്നീട് ആലപ്പുഴയും പാലക്കാടും നടന്ന സംഭവം, രണ്ടാമത് നടന്ന സംഭവം, ഉടനെ തന്നെ പാലക്കാട് പ്രതികളെ പിടിച്ചു. LDF സർക്കാരല്ല UDF സർക്കാർ ആയിരുന്നു കേരളത്തിൽ ഈ സമീപകാലത്ത് ഭരണം നടത്തിയിരുന്നതെങ്കിൽ ഉത്തർപ്രദേശ് പോലെ, മധ്യപ്രദേശ് പോലെ, കർണാടക പോലെ ഈ കേരളത്തിലും ആളുകളുടെ പേര് നോക്കി ജനങ്ങൾ, മനുഷ്യന്മാർ പരസ്പരം വെട്ടിയും കുത്തിയും കൊലപാതകങ്ങൾ നടത്തിയേനെ. അതിന് നേതൃത്വം കൊടുക്കാൻ ഉള്ള ശക്തികളെ വരച്ചവരയിൽ നിർത്താൻ സാധിക്കുന്ന നിലയ്ക്ക് കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഉണ്ടായി എന്നുള്ളതാണ് പ്രത്യേകത. UDF ആയിരുന്നെങ്കിൽ കേരളം കലാപഭൂമിയായി മാറുമായിരുന്നു. ഇത്തരം സമീപനങ്ങൾ കേരളത്തിൽ സർക്കാർ എടുത്ത് മുന്നോട്ട് പോകുന്നു. അത് തന്നെയാണ് പ്രത്യേകത. ആ സമീപനങ്ങൾ കേരളത്തിൽ സർക്കാർ എടുത്ത് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ കേരളം ഒരു ബദലായി മാറുകയാണ്. കേരളം ബദലായി മുന്നോട്ട് വരുന്നു. SFI പോലുള്ള വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്ന ക്യാമ്പസുകൾ രാജ്യത്ത്, JNU ആയിക്കൊള്ളട്ടെ, ജാമിയ മില്ലിയ ആയിക്കൊള്ളട്ടെ, ഹൈദരാബാദ് സർവകലാശാല ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ SFI ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ നിലപാടിൽ വിറളിവുണ്ട്. SFI ആക്രമിക്കാൻ അവിടെ RSS ഉൾപ്പെടെ മുന്നോട്ട് വരുന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. രാജ്യത്ത് നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ എഴുതിക്കൊണ്ടതാണ്. പക്ഷെ അതൊന്നും ഇപ്പോ ഈ ഒരു കാലാവസ്ഥയിൽ പറയുന്നത് ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ SFI അതിലൊരു നിലപാടെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിലൊരു നിലപാടെടുക്കുന്നുണ്ട്. CPIM അതിലൊരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതാണ് കേരളത്തിൽ, ഇന്ത്യയിൽ മറ്റുള്ളിടങ്ങളിനേക്കാൾ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തമായതുകൊണ്ട് പല നിലയിലും അത്തരം അജണ്ടകൾ നടപ്പിലാക്കാൻ സാധിക്കാത്തത്. എന്നാൽ പേരിന് മതനിരപേക്ഷത പറയുന്ന കോൺഗ്രസ് ഇതിലെടുക്കുന്ന സമീപനം എന്താണ്? ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സമീപ ദിവസങ്ങളിൽ, അതായത് 1-2 മാസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു.
നിങ്ങൾ എത്ര പേർ അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ആ പ്രസ്താവന അറിയാതെ മനസ്സെന്ന് വരിക എന്നൊക്കെ പറയില്ലേ, ചില സത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അറിയാതെ വന്നുപോകും. അങ്ങനെ നരേന്ദ്രമോദിക്ക് വന്നുപോയൊരു പ്രസ്താവനയായിരുന്നു അത്. RSS BJP കേഡർമാരോട് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ശ്രദ്ധിക്കേണ്ട, നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും അപകടകരമായ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന പാർട്ടികൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ ചെറിയ സീറ്റുകൾ, ഇപ്പൊ കോൺഗ്രസിനും കുറവാണ്. എന്നാലും ഞാൻ പറയുകയാണ്, പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ സീറ്റ് കുറവാണ്, വോട്ട് വിഹിതവും കുറവാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി? അതറിയാതെ മനസ്സെന്ന് വന്നുപോയൊരു സത്യമാണ്. കാരണം വർഗീയതയെ, മതവർഗീയതയെ ഇല്ലാതാക്കാനാകുക വർഗബോധത്തിലൂടെയാണ്. തൊഴിലാളി വർഗ, കർഷക തൊഴിലാളി ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് ശരിയായ അർത്ഥത്തിൽ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ, രാജ്യം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ, തെറ്റായ പാതകളിൽ പോയവരുൾപ്പെടെ ശരിയായ പാതയിലേക്ക് വരും. അതിന്റെ ക്ഷീണം വരിക മോദിക്കും കൂട്ടർക്കുമാണ്, BJPക്കും RSSനുമാണ്. നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ ദ്വീന പണിമുടക്ക് നടന്നു, കർഷക സമരം നടന്നു. അതിൽ പങ്കെടുത്തവരൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക തൊഴിലാളി സംഘടനയിലുള്ളവർ മാത്രമാണോ? ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമാണോ? അതിൽ പങ്കെടുത്തവരിൽ വലിയൊരു ശതമാനം BJPക്ക് വോട്ട് ചെയ്തവർ മാത്രമല്ല, BJPക്ക് വേണ്ടി പ്രവർത്തിച്ചവരുമാണ്. കർഷക സമരത്തിൽ പങ്കെടുത്ത നിരവധി കർഷകർ BJPക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല, BJPക്ക് വേണ്ടി പ്രവർത്തിച്ചവരും കൂടിയാണ്. എന്താണ് അവർ ഉയർത്തിയ മുദ്രാവാക്യം? ആ മുദ്രാവാക്യം കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം നവ ഉദാരവൽക്കരണ നയമാണ്, കോർപ്പറേറ്റ് വൽക്കരണമാണ്. കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം കേന്ദ്ര സർക്കാരാണ്. ആ കേന്ദ്ര സർക്കാർ മൂർദാബാദ് എന്നുള്ളതാണ്. അതായത് BJP അധികാരത്തിലെത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച, BJPയിൽ പ്രവർത്തിക്കുന്ന സാധാരണ ജനവിഭാഗം, കർഷകരുൾപ്പെടെയുള്ളവർ, അവർ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ട് BJPയെ അധികാരത്തിലെത്തിക്കാൻ ശ്രമിച്ച, ആ ശ്രമത്തിന് വേണ്ടി വിളിച്ച, മുദ്രാവാക്യം വിളിച്ച അതേ തൊണ്ട ഇടറിക്കൊണ്ട് BJPക്കെതിരെ, BJP സർക്കാർ പിന്തുടരുന്ന നയത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളതാണ്. അവിടേക്ക് എത്തി കാര്യങ്ങൾ. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ പിന്നെ തിരിച്ച് നാട്ടിൽ പോയാൽ വീണ്ടും ലവ് ജിഹാദിലോ, അല്ലെങ്കിൽ കപട ദേശസ്നേഹത്തിലോ, അല്ലെങ്കിൽ അന്യമത വിരോധത്തിലോ, അതിന്റെ ഭാഗമായി കുത്തിവെക്കുന്ന ഇഞ്ചക്ഷന്റെ വിഷം കാരണം വീണ്ടും വോട്ട് BJPക്ക് ചെയ്തു പോകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ അവർ സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളുടെ ഭാഗമായി BJP ഉയർത്തുന്ന നവ ഉദാരവൽക്കരണ നയത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, തെരുവിലിറങ്ങുന്നു, ദീർഘകാല സമരത്തിൽ പങ്കെടുക്കുന്നു. ഇത് ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ അവിടേക്ക് കാര്യങ്ങൾ എത്തി. അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് എത്തിക്കാൻ വലിയ പണിയില്ല. ഈ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ നാളെ ഇത്തരം നയങ്ങളെ തുടച്ചു മാറ്റാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവകാശം വോട്ടാണ്, വോട്ടവകാശമാണ്. ആ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും BJPക്ക് വോട്ട് ചെയ്താൽ വീണ്ടും ഈ നയം നമ്മുടെ രാജ്യത്ത് ശക്തിപ്പെടും. അതുകൊണ്ട് വർഗീയതയുടെ പിടിയിലല്ല പെടേണ്ടത് എന്ന് പറയാൻ, ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ്. നമുക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മനസ്സിനും ആ മതനിരപേക്ഷ മനസ്സുകളുടെ കൂട്ടായ്മക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കാതെ പോകുന്നതാണ് പ്രശ്നം. അപ്പോ ജനങ്ങളുടേതല്ല പ്രശ്നം, പ്രശ്നം നമ്മുടേതാണ്. ഇതെങ്ങനെ എത്തിക്കാനാകും? ഈ ആശയം എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാനാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് എത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ കോൺഗ്രസ് എടുക്കുന്ന സമീപനം അപകടകരമായ പ്രത്യയശാസ്ത്രം. അപകടകരമായ പ്രത്യയശാസ്ത്രം കർഷക സമരത്തിന്റെ ഉൾപ്പെടെ, ദ്വീന പണിമുടക്കിന്റെ ഉൾപ്പെടെ, പണിമുടക്കുകളുടെ ഉൾപ്പെടെ, യുവജന വിദ്യാർത്ഥികളുടെ സമരങ്ങളുടെ ഉൾപ്പെടെ ഉള്ള അനുഭവങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് അറിയാതെ മനസ്സിൽ നിന്നും ആ സത്യം പുറത്തേക്ക് വരുമ്പോ ആ ഘട്ടത്തിലായിരുന്നു CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സമ്മേളനം, പാർട്ടി കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന വന്നതുകൊണ്ട് തന്നെ എല്ലാവരും, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ പാർട്ടി കോൺഗ്രസിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. കാരണം അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധികളുടെ സമ്മേളനമാണ് നടക്കുന്നത്. എന്തൊക്കെയായിരിക്കും അവർ തീരുമാനിക്കുക? എങ്ങനെയൊക്കെയായിരിക്കും അവർ BJP ഒറ്റപ്പെടുത്താൻ നിലപാട് കൈക്കൊള്ളുക? ഏതൊക്കെ നിലയിലുള്ള ചർച്ചകളായിരിക്കും ഉയർത്തുക? ആരൊക്കെയായി യോജിച്ചുകൊണ്ടായിരിക്കും ആ പോരാട്ടം നടത്തുക? ഇത് ഉത്കണ്ഠ സ്വാഭാവികമായും മാധ്യമങ്ങൾക്കുണ്ടാകും. ആ ഉത്കണ്ഠയുടെ ഭാഗമായി മാധ്യമങ്ങൾ തീർച്ചയായും അത് അന്വേഷിക്കും. ആ പാർട്ടി കോൺഗ്രസിന്റെ അനുബന്ധമായി സെമിനാർ നടക്കുന്നു. സെമിനാർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇവിടെ വേറെ ആരെയും കണ്ടിട്ടില്ല. സെമിനാറിന്റെ ഒരു പ്രത്യേകത, ആരെയും വിളിക്കുക,
ഇതൊരു പൊതുയോഗമാണെങ്കിൽ ആ പൊതുയോഗത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയാണോ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയം പറയാനാണ് പൊതുയോഗം. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പങ്കെടുക്കും, അല്ലെങ്കിൽ ആശയം പറയുന്നവർ പങ്കെടുക്കും. എന്നാൽ സെമിനാർ ആര് സംഘടിപ്പിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. അതിന്റെ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് ആർക്കും അഭിപ്രായം പറയാം, ഏത് രാഷ്ട്രീയ പാർട്ടിക്കും പറയാം. ആ മുദ്രാവാക്യത്തോട് വിയോജിപ്പുള്ളവർക്ക്, ആ പരിപാടി സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനത്തോട്, ആ പ്രസ്ഥാനത്തിന്റെ നിലപാടിനോട് വിയോജിപ്പുള്ളവർക്ക് സെമിനാറിൽ വന്ന് പരസ്യമായി അഭിപ്രായം പറയാം. അതാണ് സെമിനാറിന്റെ പ്രത്യേകത. അങ്ങനെ പറയാം. അങ്ങനെയുള്ള പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് വിലക്ക് വരുന്നു. എവിടേക്ക് എത്തി കാര്യങ്ങൾ? BJP എങ്ങനെ ഈ രാജ്യത്ത് ഒറ്റപ്പെടുത്താം? BJP ഒറ്റപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? ഇനി ഞങ്ങൾ നല്ലതും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് വിളിച്ചു ചേർക്കുന്ന സെമിനാറിൽ വരുവാൻ തയ്യാറാകാതെ പോകുന്നുവെന്ന് മാത്രമല്ല, വിലക്കുന്നു. ഞാൻ അതിന്റെ ഭാഗമായി ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയപ്പോ അതിലൊരു KPCC വരവേണ്. പിന്നെയും മഴ വരുന്നു എന്നാണ് തോന്നുന്നത്. വീണ്ടും നിങ്ങൾ ശരീരം സംരക്ഷിക്കണം, അങ്ങോട്ട് പോകണം. അപ്പോ ആ സെമിനാറിൽ തീർച്ചയായും പങ്കെടുക്കേണ്ടവർ പങ്കെടുക്കുന്നില്ല, പങ്കെടുക്കാതെ പോകുന്നു. അങ്ങനെ പങ്കെടുക്കാതെ പോകുമ്പോൾ അന്വേഷിച്ചപ്പോൾ വിലക്കാണ്. BJP എങ്ങനെ ഒറ്റപ്പെടുത്താമെന്ന് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സമ്മേളനത്തിന്റെ ഭാഗമായുള്ള അനുബന്ധ പരിപാടിയായ സെമിനാറിൽ മതനിരപേക്ഷത ഇന്നും പ്രഖ്യാപിക്കാൻ, മുദ്രാവാക്യം വിളിക്കാൻ, ഞങ്ങൾ അതിന് ആൾക്കാരാണെന്ന് പറയാൻ ഒരു മടിയും കാട്ടാത്ത കോൺഗ്രസ് നേതൃത്വം വിലക്ക് കൽപ്പിക്കുന്നു. എന്നാൽ ആ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന അതേ കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്നും വലിയ നിലയിലുള്ള അക്രമങ്ങൾ പല ഘട്ടങ്ങളിലും പല രീതിയിലും നേരിടുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെ അട്ടിമറിക്കാൻ, അസ്ഥിരപ്പെടുത്താൻ ഈ BJPയുമായി കൈകോർത്ത് ഇതേ കോൺഗ്രസ് നേതൃത്വം സമരം നടത്തുന്നു. അതിന് വിലക്കില്ല. കേരളത്തിന്റെ വികസന മുരടിപ്പിന് വേണ്ടി, കേരളത്തിന്റെ വികസന കുതിപ്പിനെ തടയിടാൻ BJPയുമായി കോൺഗ്രസും മുസ്ലിം ലീഗും കൈകോർക്കുന്നു. അതിന് വിലക്കില്ല. ആ സമരം എന്താ, സമരത്തിന്റെ കാര്യം എന്താണെന്ന് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. ഒന്ന് ഞാൻ പറയാം. ഇന്ത്യയിൽ ഏറ്റവും അധികം വാഹനപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ്. ജനസംഖ്യയിലെ 1/3 കേരളത്തിൽ വാഹനമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനവും കേരളമാണ്. ഇത് രണ്ടും കേരളമാണ്. വാഹനം ഉണ്ടായിട്ട് കാര്യമില്ല, റോഡ് വേണം. റോഡ് വേണമെങ്കിൽ ഭൂമി വേണം. കേരളത്തിൽ ഭൂമിയില്ല. ഉത്തർപ്രദേശ് പോലെ, മധ്യപ്രദേശ് പോലെ, ഗുജറാത്ത് പോലെ, മഹാരാഷ്ട്ര പോലെ, തമിഴ്നാട് പോലെ, കർണാടക പോലെ കേരളത്തിൽ റോഡുകൾ ഉണ്ടാക്കാൻ ഭൂമിയില്ല. പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പരിഹരിക്കാനാകുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ നാട് ഇത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നാളെ ഭാവി തലമുറ നമ്മളെ എല്ലാ നിലയിലും കുറ്റക്കാരായി കാണും. പരിമിതിക്കകത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യുന്നു. തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ദേശീയപാതയുടെ വികസനം എത്ര കാലമായിട്ടുള്ള സംഭവമായിരുന്നു? ഏത് കാലത്ത്? സഖാവ് ശശികുമാറൊക്കെ നേരത്തെ MLA ആവുമ്പോ അന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്ന പ്രശ്നമാണ്. അത്ര പതിറ്റാണ്ടുകളുടെ കാലപ്പഴക്കമുണ്ട പ്രശ്നത്തിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരിയാക്കുക, 45 മീറ്റർ ആക്കുക. 2016 ഇടതുപക്ഷ സർക്കാർ അതിന് ശ്രമിച്ചു. അവസാനം ഭൂമി ഏറ്റെടുക്കലിന് 25% ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് നിർവഹിക്കാൻ തീരുമാനിച്ചു. 5300 കോടി രൂപ അതിന് ചെലവഴിച്ചു. മെയ് 20 ഈ ഗവൺമെന്റ് വന്നപ്പോ ഈ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള ഒരു മാർഗം എന്ന നിലയിൽ തുടർച്ചയായി അതിൽ സർക്കാർ ഇടപെട്ടു. പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി മാസത്തിൽ 3 തവണ യോഗത്തിൽ പങ്കെടുത്തു. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാൾ എല്ലാ ആഴ്ചയും റിപ്പോർട്ട് വാങ്ങി. മന്ത്രി ടീം ഞങ്ങൾ മാസത്തിൽ ഒരിക്കലും അതിന്റെ റിവ്യൂ യോഗത്തിൽ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പങ്കെടുക്കുന്നു. കോവിഡ് എന്ന മഹാമാരി പോലുള്ള മറ്റ് തടസ്സങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പെന്നും കടലാസും ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ. മലയാളിയുടെ ചിരകാല സ്വപ്നമായ ദേശീയപാതയുടെ വികസനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 2025 പൂർത്തീകരിക്കാൻ ഈ സർക്കാരിന് സാധിക്കുമെന്നുള്ളതാണ്. അത് നിശ്ചയദാർഢ്യമായ നിലപാടിന്റെ ഭാഗമായിട്ടാണ്. തീരദേശ ഹൈവേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം 9 ജില്ലകളിലൂടെ പോകുന്ന തീരദേശ ഹൈവേ ഈ പരിമിതിക്ക് ഇടയിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നു. അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയോര ഹൈവേ 13 ജില്ലകൾ. ഇതൊക്കെ ആയാലും ഗതാഗത കുരുക്കിന് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റില്ല. നാളെ കാറും ബൈക്കും ഉണ്ടായിട്ട് കാര്യമില്ല. അതിങ്ങനെ നിരത്തി റോട്ടുമേൽ നിർത്തിയിട്ടിട്ട് ആര്യൻ സിനിമയിൽ മോഹൻലാൽ വില്ലനെ കൊല്ലമാരി അതിന് മുകളിൽ കയറി നിന്ന് ചാടി നടക്കാനേ പറ്റൂ മലയാളിക്ക്. റോഡ് ഉണ്ടാവില്ല. റോഡ്
ഈ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് എല്ലാ ശ്രമങ്ങളും നടക്കുന്നത് പോലെ തന്നെ കേരളയിൽ പോലുള്ള സംവിധാനം വേണം. ഇത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രശ്നം. ദേശീയവാദ വികസനത്തിന് നൽകിയതുപോലുള്ള വലിയ പാക്കേജ്, ഗെയിൽ പൈപ്പ് ലൈൻ നൽകിയ പോലുള്ള ഒരു സമീപനം, ആ സമീപനമെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിന്റെ ചിലരുടെ സഹായത്താൽ BJPയുമായി കൈകോർത്തു കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ പ്രക്ഷോഭം നടത്തുന്നു. ആ പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടില്ലേ? സാധാരണ കോൺഗ്രസിന്റെ ഒരു പ്രകടനം ഒരു 10 ആൾക്ക് നിൽക്കാനുള്ള സ്ഥലമാണ്. ആ പ്രകടനത്തിന് മുന്നിലുണ്ടെങ്കിൽ ഒരു 50 ആള് കോമ്പറ്റീഷൻ ഉണ്ടാവും. നല്ല കായികക്ഷമതയുള്ള ഒരു 10 ആൾ അതിൽ വിജയിക്കും. ചിലപ്പോൾ മണ്ഡലം പ്രസിഡന്റ് വയ്യിലായിരിക്കും, ബൂത്ത് പ്രസിഡന്റ് മുന്നിലായിരിക്കും. പറയാൻ പറ്റില്ല എങ്ങനെയാണ്. എന്നാൽ ഈ സമരങ്ങൾ നോക്കൂ, മുൻനിരയിൽ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും മുൻനിരയിൽ ഇരുത്താൻ ശ്രമിക്കുന്നു. ആരെങ്കിലും പിൻനിരയിൽ പോയിട്ടുണ്ടെങ്കിൽ കൈപിടിച്ചു കൊണ്ടുവരികയാണ്. കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, BJP ഉണ്ട്, SDP ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതിന് വിലക്കില്ല കോൺഗ്രസിൽ വിലക്ക് അതിനില്ല. കോൺഗ്രസിൽ വിലക്ക് BJP ഒറ്റപ്പെടുത്താൻ, ഈ രാജ്യത്തിന്റെ ഏറ്റവും അപകടകരമായ പ്രത്യയശാസ്ത്രമെന്ന് പ്രധാനമന്ത്രി തന്നെ വിശേഷിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളുടെ സമ്മേളനത്തിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിന് വിലക്കാണ്. എവിടെയൊക്കെ പോകുന്നത് കോൺഗ്രസ്? എങ്ങോട്ടേക്കാണ് കോൺഗ്രസ് പോകുന്നത്? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനം തീരുമാനിക്കുന്നത് അതിന്റെ തലേന്നോ അതിന്റെ ഒരു മാസം മുമ്പോ അല്ല. അതിന് ചിലപ്പോൾ വർഷങ്ങളുടെ പഴക്കമുണ്ടാവും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് എല്ലാ സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് തന്നെ BJPയും കോൺഗ്രസും തമ്മിൽ ഒറ്റ കക്ഷിയാവാനുള്ള മത്സരമാണെന്ന തെറ്റായ പ്രചരണത്തിൽ പെട്ടുപോയി കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സുകൾ ഇടതുപക്ഷത്തിന് ഒരു MP ജയിച്ചാൽ കോൺഗ്രസിന് ഒരു MP കുറയും, അപ്പൊ BJP ഒറ്റക്കക്ഷിയാകും എന്ന തെറ്റായ പ്രചരണത്തിന്റെ സ്വാധീനത്തിൽ ഇടതുപക്ഷത്തോടുള്ള സ്നേഹം അതേപോലെ നിലനിർത്തിക്കൊണ്ട് UDFന് വോട്ട് ചെയ്തു. അത് കുറച്ച് കാലമായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതുപോലെ 2024 അതിനു മുമ്പോ നടക്കാൻ വേണ്ടി പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷ മനസ്സുകൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നത് അതിന്റെ തലേന്ന് ഒരു മാസം മുമ്പോ അല്ല. ഇതുപോലുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യാത്ത വോട്ടർമാരുൾപ്പെടെ ഇനിയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണ് ശരി, എങ്ങനല്ല നിലപാടാണ് ശരി എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. അതാണ് വ്യത്യാസം. അങ്ങനെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പാർലമെന്റിൽ ഇവരാരും ഉണ്ടാകാറുണ്ടോ? പാർലമെന്റിൽ പുറത്തുണ്ടാവാറുണ്ടോ? എവിടെയെങ്കിലും ഇവരെ കാണാറുണ്ടോ? ആവശ്യമുള്ളിടത്ത് എവിടെയെങ്കിലും വരാറുണ്ടോ? ഒരു പ്രത്യേക മതനാമധാരികളായതുകൊണ്ട് അവരുടെ കെട്ടിടങ്ങളും വീടുകളും ഇന്ത്യയിൽ വേണ്ട എന്ന് പറഞ്ഞ് ബുൾഡോസറിന്റെ രാഷ്ട്രീയം നടക്കുന്നു. BJP ഇങ്ങനെ പോയാൽ അതിന്റെ ചിഹ്നം താമര മാറ്റി ബുൾഡോസർ ആക്കുമെന്ന എന്റെ പേടി. അവിടേക്ക് എത്തുമോ? BJP സംസ്ഥാന സർക്കാരുകളിലെടുത്ത് ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർക്കാൻ ശ്രമിക്കുന്നു. ഡൽഹിയിൽ BJP കോർപ്പറേഷൻ ഭരിക്കുന്നു. ഡൽഹിയിലെ വീടുകളും കെട്ടിടങ്ങളും തകർക്കാൻ വേണ്ടി തിങ്ങിപ്പാർക്കിടുന്ന ജഹാംഗീർപൂരിൽ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി ബുൾഡോസറുമായി മുന്നോട്ട് പോയപ്പോ ഒരു രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനത്തിന്റെ നിലപാടിന്റെ പ്രതീകമായ ഒരു വ്യക്തി അതിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, എന്റെ ജീവൻ ഈ ബുൾഡോസർ എടുത്തിട്ട് വേണം ഈ കെട്ടിടം തകർക്കാൻ. ആ വ്യക്തിയുടെ പേര് സഖാവ് വൃന്ദ കാരാട്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത് ഒരു നിലപാടിന്റെ ഭാഗമാണ്, ഒരു നിലപാടെടുക്കുന്നതിന്റെ ഭാഗമാണ്. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ എവിടെയെങ്കിലും കണ്ടോ? അപ്പോ ചില കോൺഗ്രസ് മുൻകാല കോൺഗ്രസ്സുകാർ പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ച ചില നേതാക്കന്മാർ എവിടെയാണ് എന്താണെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചില പ്രചരണം നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതിലേക്ക് എത്തണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ അന്വേഷിക്കൂ, കോൺഗ്രസ് അന്വേഷിക്കൂ. എന്തായാലും അവിടെ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് ഉള്ളത് എവിടെ? മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ, RSSനെ BJP ഒറ്റപ്പെടുത്താൻ, രാജ്യത്ത് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സമ്മേളനത്തിന്റെ സെമിനാറിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ വിലക്കാനാണ് കോൺഗ്രസിന് സമയം. യഥാർത്ഥത്തിൽ ശ്രീ KV തോമസിനോട് കോൺഗ്രസ് നേതൃത്വം പറയുകയാണ്, മാഷെ നിങ്ങൾ പോണ്ട, പകരം പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരെയോ അതിൽ പറഞ്ഞേക്കാം, എന്നിട്ട് അവര് നമ്മുടെ നിലപാട് അതിൽ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് വലുതാകുമായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് ചെറുതാകുന്നു. അപ്പൊ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലപാട് കൈക്കൊള്ളണമെങ്കിൽ പറ്റിപ്പോയ പാളിച്ചകൾ തുറന്നു പറയാൻ കേരളത്തിലെ UDF നേതൃത്വം തയ്യാറാകണം. ഇന്ത്യയിൽ കോൺഗ്രസ് തയ്യാറാകണം. തീവ്ര ഹിന്ദുത്വ നിലപാടിനോട് മൃദു ഹിന്ദുത്വ സമീപനമല്ല കൈക്കൊള്ളേണ്ടത്. തീവ്ര ഹിന്ദുത്വ നിലപാടിനോട് മതനിരപേക്ഷ നിലപാടാണ്, എക്സ്ട്രീം സെക്യുലർ നിലപാടാണ് കൈക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. മതനിരപേക്ഷ മനസ്സുകളാണ് രാജ്യത്തധികം. അവരെ ഒന്നിപ്പിക്കണം. അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി നിലപാടെടുക്കണം. അതിന് പുതിയ തലമുറയെ പ്രതിനിധീകരിക്കുന്ന, വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന,
SFIക്ക് വലിയ പങ്കുണ്ട്. കേരളത്തിന്റെ മതനിരപേക്ഷ ബദൽ, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഉയർത്തുന്ന നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള മതനിരപേക്ഷ സംരക്ഷിക്കാനുള്ള സമീപനം, ഇന്ത്യയിൽ SFI പോലുള്ള സംഘടനകൾ നടത്തുന്ന പോരാട്ടം, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുടെ ഭാഗമായി തെരുവിലിറങ്ങുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ, അവരെ ഭിന്നിപ്പിക്കാനുള്ള മതസാമുദായിക ധ്രുവീകരണത്തിൽ പെടാതിരിക്കാനുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ, ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേന്നല്ല എല്ലാ ദിവസവും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്താൻ, എല്ലാ ദിവസവും മതനിരപേക്ഷതയുടെ അനിവാര്യത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, എല്ലാ ദിവസവും മതവർഗീയതയുടെ അപകടം ജനങ്ങളെ കൃത്യമായി ധരിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് SFI പോലുള്ള സംഘടന മുൻകൈയെടുക്കുന്നു, തുടർച്ചയായി മുൻകൈയെടുക്കുന്നു. SFIയുടെ പ്രവർത്തനത്തിന് ജീവവായുവാണ് മതനിരപേക്ഷത എന്ന് ബോധ്യപ്പെടുന്നതാണ് ഈ സെമിനാറിലെ വിഷയം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സെമിനാർ വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്.